14 വർഷത്തിന് ശേഷം മലയാളത്തിലേക്ക് വീണ്ടും ദേശീയ ചലച്ചിത്ര അവാർഡ് എത്തിച്ച നടി സുരഭി ലക്ഷ്മിയാണ് ഇന്ന് നമ്മോടൊപ്പം അതിഥിയായിട്ടുള്ളത്. സുരഭി എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ പാത്തു എന്ന് പറഞ്ഞാലായിരിക്കും മലയാളികൾക്ക് ആ പേര് ഏറെ സുപരിചിതം. എന്തായാലും അവാർഡ് കിട്ടിയതിൻ്റെ ത്രില്ലാണ് സുരഭി. ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ. താങ്ക് യു. മലയാളത്തിലേക്ക് സുരഭിയിലൂടെ ഒരു മികച്ച നടിക്കുള്ള പുരസ്കാരം എത്തുകയാണ്. അതും മിന്നാമിനുങ്ങ് എന്ന ഒരു കൊച്ചു ബജറ്റിലൊതുങ്ങിയ ഒരു ചെറിയ സിനിമയിലൂടെ. ആ സിനിമയിലെ കഥാപാത്രം അവതരിപ്പിക്കുമ്പോൾ എപ്പോഴെങ്കിലും അതിൻ്റെ ചിത്രീകരണ സമയത്ത് സുരഭി ചിന്തിച്ചിട്ടുണ്ടോ ഇത് ഇത്രയും വലിയൊരു അവാർഡ് തനിക്ക് കൊണ്ടുതരുമെന്ന്? ഒരു ഇതിലുമില്ല. നമ്മൾ അങ്ങനെ വിചാരിച്ചിട്ട് ഞാൻ ഇന്നേ വരെ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ ആദ്യമായിട്ട് എനിക്കൊരു സ്ക്രിപ്റ്റ് തന്നിട്ട് മനോജ് റാം സിംഗ് ഇതിൻ്റെ റൈറ്ററും എന്നോട് പറയുന്നത് ഇത് വായിച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ഒന്ന് ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് ആദ്യമായിട്ട് തരുന്നൊരു സ്ക്രിപ്റ്റാണ് ഈ സിനിമേൻ്റെ. അതെനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. എൻ്റെ അഭിനയ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു സിനിമേൻ്റെ ഫുൾ സ്ക്രിപ്റ്റ് എനിക്ക് തരുന്നത്. അപ്പം ഞാനത് വായിച്ചു. എനിക്ക് തിരക്കഥ വായിച്ചിട്ടുള്ള പരിചയമൊന്നുമില്ല. നമുക്ക് തിരക്കഥ സിനിമേൻ്റെ തിരക്കഥയൊന്നും ആരും തരില്ല. അവിടെ ചെല്ലുമ്പോൾ ഇതുപോലെ 2-3 പേജ് തന്നിട്ട് ആ ഡയലോഗ് അപ്പോൾ വായിക്കും, പിന്നെ നമ്മൾ ചെയ്യും, അങ്ങനെയൊക്കെ തന്നെയുള്ളൂ. അപ്പോൾ ഇത് വായിച്ചപ്പോൾ ഫസ്റ്റിൽ ദൈവമേ ഇത് എന്താണ് എൻ്റെ ക്ലോസ്, എൻ്റെ മിഡ്, എൻ്റെ ഫുൾ ഫിഗർ എന്ന് പറഞ്ഞ പോലെയാണല്ലോ. 58-60 സീൻ്റെ അടുത്തുണ്ട്. അതിൽ ഫുള്ള് ഞാൻ തന്നെയാണ്. ഇത് തുടക്കം വായിച്ചപ്പോൾ ഒരു ഒരു ഐഡിയയും കിട്ടിയില്ല. പിന്നെ വായിച്ച് വന്നപ്പോൾ നല്ലൊരു ഇതായി. അപ്പോഴും ഞാനിത് ചെയ്യണം, ഇതെങ്ങനെയാണ് എടുത്തു വരിക, എങ്ങനെയാവും എന്നുള്ളതിനെക്കുറിച്ചൊരു മുൻധാരണ എനിക്കില്ലാത്തതുകൊണ്ട് എൻ്റെ 2 സുഹൃത്തുക്കളുണ്ട്, സിജോയും ജിത്തുവും. അപ്പോൾ അവർ 2 പേരും പറഞ്ഞു സുരഭി നീ ഇത് ചെയ്യും. MIT മൂസയിലെ പാത്തുവിനെ മാത്രമേ എല്ലാവർക്കും കണ്ടിട്ടുള്ളൂ, അതിലൂടെ നിന്നെ എല്ലാവർക്കും അറിയുകയും ചെയ്യാം. അപ്പോൾ അതല്ലാത്തത് നിനക്ക് ചെയ്യാൻ പറ്റുന്നുള്ളത് ഞങ്ങളെപ്പോലുള്ള കുറച്ച് ആളുകൾക്ക് അറിയാം. പക്ഷേ അത് എല്ലാവർക്കും അറിയണം, നിനക്ക് അതും ഇതും ഒക്കെ ചെയ്യാൻ പറ്റുമെന്ന് അറിയണം. ഇതൊരു കൊമേഴ്ഷ്യൽ ഹിറ്റായിട്ടുള്ള സിനിമയൊന്നും ചിലപ്പോൾ ആയില്ല എന്ന് വരും. പക്ഷേ നിൻ്റെ പ്രൊഫൈലിൽ നിനക്ക് മിന്നാമിനുങ്ങ് എന്ന ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്, ആ സിനിമ എടുത്ത് നോക്കൂ എന്ന് പറയുമ്പോൾ കാണിക്കാൻ പറ്റുന്ന ഒരു സിനിമയാണിത്. ഇത് നല്ലൊരു സിനിമയായിരിക്കും എടുത്ത് വരുമ്പോൾ എന്ന് അവരതിന് വിധി എഴുതിയിട്ടാണ് ഞാൻ ഈ സിനിമ ചെയ്യാൻ പോകുന്നത്. പിന്നെ ഇതിൽ ഒരു തിരുവനന്തപുരത്തുള്ള ആളായിട്ടാണ് നമ്മൾ അഭിനയിച്ചത്. പക്ഷേ അതിൽ സ്ക്രിപ്റ്റിൽ അങ്ങനെ ഒരു സ്ഥലം പറഞ്ഞിട്ടില്ല. കാരണം കേരളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യയിൽ എവിടെയും ലോകത്ത് എവിടെയും ഇങ്ങനെ ഒരു അമ്മ ഉണ്ടാവും. പക്ഷേ ഇതിന് പേരില്ല, ഈ അമ്മയ്ക്ക് പേരില്ല. അതുകൊണ്ട് ഇപ്പം നിനക്ക് ചേച്ചിയായിരിക്കും, പിന്നെ എൻ്റെ മകൾക്ക് അമ്മ, അച്ഛന് മകൾ എന്നൊക്കെ പറഞ്ഞ പോലെ ഓരോ ബന്ധങ്ങൾ മാത്രമേ ഇതിൽ പറയുന്നുള്ളൂ. അപ്പോൾ ഈ സ്ക്രിപ്റ്റ് ഞാനിങ്ങനെ വായിച്ചു നോക്കിയപ്പോൾ എനിക്ക് എൻ്റെ ഹോസ്റ്റലിൽ ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റിയിലെ ഹോസ്റ്റലിൽ എൻ്റെ മീനാമേട്ടൻ ഇങ്ങനെ മനസ്സിലേക്ക് തലേന്ന് ഇങ്ങനെ വായിച്ചു നോക്കിയപ്പോൾ ഇങ്ങനെ വന്ന് നമുക്കൊരാളങ്ങനെ മനസ്സിൽ തെളിയൂലേ. അങ്ങനെ വന്നപ്പോൾ എനിക്ക് തോന്നിയത് തിരുവനന്തപുരത്തുള്ള ഒരു തിരുവനന്തപുരത്താണ് ഷൂട്ടും. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഞങ്ങൾ മനോജേട്ടനായിട്ട്, അതായത് ഇതിൻ്റെ റൈറ്റർ മനോജേട്ടനായിട്ട് ഡിസ്കസ് ചെയ്ത്, പിന്നെ ഇതിൽ എൻ്റെ കൂടെ അഭിനയിക്കുന്ന കൃഷ്ണൻ ബാലകൃഷ്ണൻ പറഞ്ഞിട്ടുള്ള ഒരു ആക്ടറുണ്ട്. അപ്പം ചെറിയ സ്ക്രിപ്റ്റിനോ കഥയ്ക്കോ ഡയലോഗുകൾക്കോ വ്യത്യാസം വരാതെ അതിൻ്റെ സ്ട്രക്ചറിൽ പിന്നെ അതേ എന്ന് പറയുന്നിടത്ത് അങ്ങനെ എടേയ് എന്നൊക്കെയുള്ള ഒരു നീട്ടലും ഒരു താളത്തിലൊക്കെ വരുന്ന, നമുക്കിങ്ങോട്ട് വന്നിക്കീ പോയിക്കീ മിണ്ടീക്കീ എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ കോഴിക്കോടായല്ലോ, വന്ന് പോയി അതിനൊക്കെ കീ കൂ ഒക്കെ ചേർത്തായതായല്ലോ. അപ്പം അതുപോലെ തന്നെ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരുത്തി ഇവരെവിടെയോ തിരുവനന്തപുരത്ത് എവിടെയോ ഉള്ളൊരു ചേച്ചി ആണല്ലോ ഇത് എന്ന് നമുക്ക് തോന്നുന്ന തരത്തിൽ അതിനെ മാറ്റി അങ്ങനെയാണ് ആ സിനിമയിൽ ചെയ്യുന്നത്. പിന്നെ 18 എല്ലാവരും എന്നോട് ചോദിക്കുന്നുണ്ട്, ഇത്ര വലിയ കുട്ടിയുടെ അമ്മയായിട്ട് റിസ്വാനെയും റസിയനെയും ഒക്കെ നിങ്ങൾ കണ്ടില്ലേ, പോത്തുപോലെ വളർന്ന 2 മക്കളാണ്. അപ്പം എന്നോട് വിനോദേട്ടൻ MIT മൂസയിൽ അഭിനയിക്കാൻ വരുമ്പോൾ ചെറിയ 2 പൊടിക്കുഞ്ഞുങ്ങളെ ഉമ്മാന്നും പറഞ്ഞ് പറ്റിച്ച് കൊണ്ടുവന്നതാണ് മനുഷ്യൻ. അപ്പോൾ റിസ്വാൻ റസിയൻ വെല്ലുവിളി, അയ്യോ എൻ്റെ മാർക്കറ്റ് പോയല്ലോ എന്ന് പറഞ്ഞിട്ടാണ് MIT മൂസയിൽ ഞാൻ അഭിനയിക്കാൻ വന്നത്. അപ്പോൾ എനിക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. പിന്നെ ഏത് പ്രായത്തിലുള്ള കഥാപാത്രം അല്ലെങ്കിൽ ഏത് കാറ്റഗറിയുള്ള ആളുകൾ അങ്ങനെയൊന്നും എനിക്ക് കഥാപാത്രം പ്രകടനത്തിനാണ് സുരഭി കൂടുതൽ പ്രാധാന്യം നൽകുന്നത് അല്ലേ? അഭിനയത്തിലെ പ്രകടനത്തിനാണ് കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. പിന്നെ അത് എങ്ങനെ എനിക്ക് ഏറ്റവും ഭംഗിയായിട്ട് അവതരിപ്പിക്കാൻ പറ്റും അത്രേ ഞാൻ അതിനെപ്പറ്റി നോക്കുള്ളൂ. അത് എന്താണെങ്കിലും സുരഭിയെ പോലെ ഈ സമകാലീന നടിമാരൊക്കെ ആദ്യം തന്നെ ഈ അമ്മ കഥാപാത്രം എന്ന് പറയുമ്പോൾ ആദ്യം ഒന്നും മടിക്കും. പക്ഷേ സുരഭി അമ്മ കഥാപാത്രമാണ്, അതും ഒരു മധ്യവയസ്കയായ കഥാപാത്രം. ആ കഥാപാത്രത്തെ ഉള്ളിലേക്ക് എടുക്കാൻ വേണ്ടി സുരഭി വലിയ തയ്യാറെടുപ്പ് നടത്തിയോ? ഈ 4 വർഷത്തോളമായി സുരഭി പാത്തു എന്നൊരു ഇമേജിൽ ഇങ്ങനെ തളയ്ക്കപ്പെട്ടിരിക്കുകയാണ്, ഭാഷാ ശൈലിയിലൊക്കെ ഉൾപ്പെടെ. ഇപ്പോൾ തിരുവിതാംകൂർ ശൈലി സ്വീകരിക്കേണ്ടി വന്നു. ആ ഒരു ഇമേജ് ബ്രേക്ക് ചെയ്യാൻ വലിയ രീതിയിലുള്ള ഒരു കഷ്ടപ്പാട്. ഇമേജ് ബ്രേക്ക് ചെയ്യണം എന്നുള്ളത് എൻ്റെ ഒരു ആവശ്യമായിരുന്നു. അത് വളരെ ഇപ്പം ഇങ്ങനെ ഒരു അവാർഡും കൂടി കിട്ടിയപ്പോൾ അതൊരു സക്സസ് ആയി എന്ന് എനിക്ക് കുറേയൊക്കെ സക്സസ് ആയി എന്ന് തോന്നുന്നു. കാരണം അതിന് വേണ്ടിയിട്ടാണ് ആ തിരുവനന്തപുരം ആ ഒരു ശൈലി എടുത്തത്.
പിന്നെ ഈ 45 വയസ്സുള്ള ഒരാളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ അമ്മയല്ല, പിന്നെ നമുക്ക് അറിയാവുന്ന 45-കാരികളൊക്കെ എനിക്കറിയാം. പിന്നെ എൻ്റെ മേട്ടറിനെ എനിക്കറിയാം. പിന്നെ ഞാൻ കുറച്ചൊന്ന് തടിച്ചിട്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഫ്രണ്ട് ജയ ചേച്ചീൻ്റെ അടുത്ത് പോയിട്ട് ജിമ്മിലൊക്കെ പോയിട്ട് ഞാൻ ഈ അമീർ ഖാനൊക്കെ തടി കുറയ്ക്കുന്നുണ്ട് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. ഇപ്പോൾ കഥാപാത്രത്തിന് വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്തു എന്നൊക്കെ ഇങ്ങനെ ഒരു ചോദ്യം വരുന്നൊന്നും വിചാരിച്ച് ചെയ്തതല്ല. എന്നാലും ആ കഥ വായിക്കുമ്പോൾ നമുക്കറിയാം, രാവിലെ 3 മണിക്ക് എണീക്കുന്ന ഒരു സ്ത്രീ രാത്രി 12 മണിക്ക് കിടന്നുറങ്ങുമ്പോൾ 12, 1, 2, 3 ആകെ 3-3.5 മണിക്കൂറോ അവർ ജീവിതത്തിൽ ഉറങ്ങുന്നുള്ളൂ. അപ്പോൾ എത്ര കാലങ്ങളായിട്ട് അങ്ങനെ ഇരിക്കും. അപ്പോൾ അവരുടെ ബോഡിക്ക് ഒരു അത്ര, ചിലവർ ഉറങ്ങിയില്ലെങ്കിൽ തടിക്കുക ചെയ്യുക. ഈ ചേച്ചിക്ക് വലിയ ഷുഗറും പ്രഷറും ഒന്നും ഇല്ലാത്തൊരു ചേച്ചിയായിരുന്നു. അപ്പം അതുകൊണ്ട് ആ ഒരു മെലിച്ചിലിനൊക്കെ വേണ്ടിയിട്ട് കുറച്ച് ഞാൻ ജിമ്മിലൊക്കെ പോയി 4 കിലോ കുറയ്ക്കുന്നതിന് എൻ്റെ പൂതി. പക്ഷേ 2.5 കിലോ കുറച്ചാണ് ഞാൻ പോയത്. അങ്ങനെയുള്ള പിന്നെ ഈ സ്ലാങ് മാറുന്ന തന്നെ വലിയൊരു, ഇപ്പം ഞാനിപ്പോൾ ഈ പറയുന്ന കോഴിക്കോട് നിന്ന് മാറി പറയാന്ന് പറയുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടല്ല, എന്നാൽ കൂടി ആ ഡയലോഗ് കൃത്യമായിട്ട് വരണ്ടേ, നല്ല ഡബ് ചെയ്യുമ്പോൾ ഇത് വരുള്ളൂ. അങ്ങനെ അവിടെ തെറ്റിപ്പോയത് ഡബ്ബിങ് സ്റ്റുഡിയോയിൽ പിടിച്ച് 5 ദിവസം കുത്തിയിരുന്ന് ഡബ് ചെയ്ത്, പിന്നെ അതിൻ്റെ അവരുടെ ഒരു നടത്തം കൃത്യമായിട്ട് ഫോളോ ചെയ്ത് അത് ആദ്യത്തെ 2 ദിവസത്തെ പ്രശ്നമേ ഉള്ളൂ കേട്ടോ. 2 ദിവസം മുമ്പ് കയ്യിലേക്കൊന്ന് ഇറങ്ങി അതെന്ത് കാര്യം ചെയ്യുമ്പോൾ അങ്ങനെ 2 ദിവസം ആണല്ലോ ഇത്. അപ്പോൾ ആ ഒരു ഇത് പിന്നെ അങ്ങ് പോയി. അതിനെനിക്ക് മനോജേട്ടനോടും അതുപോലെ തന്നെ അതിൻ്റെ ഡയറക്ടർ പുള്ളി നല്ല സ്വാതന്ത്ര്യം തന്ന് നമുക്ക് വിട്ടുതരും, എങ്ങനെ ചെയ്യും നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ആ പുള്ളി ഇരിക്കുക. അപ്പം നമുക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം. അപ്പോൾ വന്നിട്ട് അവിടെ നമുക്കൊരു കാര്യം ചെയ്യാം, ഇങ്ങനൊന്നും ആക്കിയിട്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മളെ വേദനിപ്പിക്കാതെ, നമ്മളെ പിന്നെ നമ്മൾ ആക്ട് ചെയ്യുന്നതിന് മുറിവേൽപ്പിക്കാത്ത രീതിക്ക് നമുക്ക് പറഞ്ഞുതരാം. അതുപോലെ തന്നെ ഓരോ ദിവസം അതിൻ്റെ റൈറ്റർ അവിടെ വന്നിരുന്ന്, പിന്നെ മനോജേട്ടൻ അങ്ങനെ, പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ക്യാമറാമാൻ, എഡിറ്റർ എല്ലാവരും. ഇതിനൊക്കെ കൂടുതലേക്ക് പറയാനുള്ളത് ഔസേപ്പച്ചൻ സാറുണ്ട്. അപ്പോൾ സാറ് ഈ സിനിമ കണ്ടിട്ട് അദ്ദേഹം വളരെ ചുരുങ്ങിയൊരു പൈസയ്ക്കാണ്, സാറിനെ പോലുള്ള ആൾക്ക് ഒരുപാട് പൈസയൊക്കെ വേണ്ട ഒരു പടം ചെയ്യും. ഞങ്ങളൊരു സിനിമ ചെയ്യാൻ എന്തായാലും ഒരു പൈസ വേണം. അപ്പോൾ മറ്റു സിനിമകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇതൊരു കുഞ്ഞു സിനിമയാണ്, ചെറിയൊരു ബഡ്ജറ്റ് സിനിമയാണ്. ഈ ഔസേപ്പച്ചൻ സാർ തന്നെയാണ് പറഞ്ഞത്, ഇപ്പോൾ സുരഭിക്ക് സംസ്ഥാന ജൂറി പരാമർശമാണ് ഈ സിനിമയ്ക്ക് ലഭിച്ചത്. അപ്പോൾ ഔസേപ്പച്ചൻ സാറാണ് ആദ്യം രംഗത്ത് വന്ന് പറഞ്ഞത് സുരഭി ആയിരുന്നു മികച്ച നടിയാകേണ്ടതെന്ന്. ആ സമയത്ത് എന്തെങ്കിലും വിഷമം ഉണ്ടായിരുന്നോ സുരഭിക്ക് മികച്ച നടി? അല്ല, സാർ ഇതിൻ്റെ മ്യൂസിക് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ എന്നെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, നിനക്ക് ഇതിൽ അവാർഡ് കിട്ടും, ഇത് കിട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ഞാൻ സാറ് എന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ട് ഇങ്ങനെയൊക്കെ ഇത് സത്യം തന്നെയാണെന്നൊക്കെ ഉള്ള, എനിക്ക് ഫസ്റ്റ് അവാർഡ് അത് തന്നെയായിരുന്നു. മലയാളത്തിൽ നിന്ന് ദേശീയ അവാർഡ് ലഭിച്ചവരെ തന്നെ നോക്കുകയാണെങ്കിൽ എല്ലാവരും ആദ്യമേ നായികമാരായി വന്നു. ആ സിനിമയ്ക്കാണ് അവർക്ക് മികച്ച നടിക്കുള്ള അവാർഡ് കിട്ടിയത്. പക്ഷേ സുരഭി നൃത്തം, നാടകം, സീരിയൽ, പിന്നെ സിനിമ, അതും സിനിമയിൽ കൊച്ചു കൊച്ചു വേഷങ്ങൾ, പിന്നെയാണ് ഇത്ര മുഖ്യധാരയിലേക്കുള്ള ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ചത്. അപ്പം എനിക്ക് അതിന് ഇപ്പോൾ അഞ്ചു പറഞ്ഞ പോലെ വിഷമമൊന്നുമല്ല, എനിക്ക് ജൂറി പരാമർശം തന്നെ എനിക്ക് ബിരിയാണി കിട്ടിയ പോലെ തന്നെയായിരുന്നു. ഭയങ്കര സന്തോഷം തന്നെയായിരുന്നു. ദേശീയ അവാർഡിലേക്ക് വരികയാണെങ്കിൽ സുരഭി മത്സരിച്ചത് ഐശ്വര്യയ്ക്കൊപ്പമാണ്. ഈ ഐശ്വര്യയ്ക്കൊപ്പം മത്സരിച്ചെങ്കിലും 12 അംഗ ജൂറിയിൽ 11 പേരും ഏകകണ്ഠമായി സുരഭിയെ തിരഞ്ഞെടുക്കുകയായിരുന്നു. കാരണം അത്രയ്ക്കും വളരെ മികച്ച പ്രകടനം തന്നെയാണ് സുരഭി നടത്തിയതെന്നാണ് ജൂറി അധ്യക്ഷൻ പ്രിയദർശൻ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞത്. അത് ഐശ്വര്യ റായിയുടെ കൂടെയാണെന്ന് പറഞ്ഞിട്ട് ഐശ്വര്യ റായിയുടെ എൻ്റെ ഫോട്ടോ ഒക്കെ വെച്ചപ്പോൾ എനിക്ക് എന്തോ പോലെ, എനിക്ക് തന്നെ ഒരു നാണക്കേട് പോലെയൊക്കെ ഫീൽ ചെയ്യും. ലോകസുന്ദരിയാണ് അവർ, വലിയ നമ്മളൊക്കെ കാണുമ്പോൾ മുതൽ ജീൻസ് എന്ന് പറഞ്ഞ സിനിമയിലൊക്കെ തുടങ്ങി എത്ര സിനിമകളൊക്കെ ചെയ്തിട്ടുള്ള ആളാണ്. പിന്നെ അവർ മാത്രമല്ല, അതിൽ നമ്മുടെ ഡങ്കൽ എന്ന് പറഞ്ഞിട്ടുള്ള സിനിമയിലുള്ളവർ, പിന്നെ കഹാനി, അങ്ങനെയൊക്കെ കുറേ ഹിന്ദി, നമ്മളിപ്പോൾ ആകെ 2 തമിഴ് സിനിമയോ ഒരു ഹിന്ദി സിനിമയോ ഒക്കെ കണ്ടിട്ടില്ലാണ്ട് ഈ കാശ്മീർ മുതൽ കന്യാകുമാരി വരെയുള്ള ആളുകളിൽ എന്തൊക്കെയാണ് ചെയ്തത്, ഏതൊക്കെ ഭാഷകളിൽ എന്തൊക്കെ ചെയ്ത് കൂട്ടിയിട്ടുണ്ടെന്ന് നരിക്കിന് കുത്തിരിക്കുന്നത് നമുക്കറിയാം അഞ്ചു. അപ്പോൾ ഐശ്വര്യ റായിൻ്റെ കൂടെയൊക്കെയാണ് മത്സരിക്കുന്നത്. അപ്പോൾ ആകെ മത്സരിച്ചതെന്ന് പിന്നെയാണ് ഞാൻ അറിയുന്നത്. പിന്നെ അവരുടെ കൂടെ ഫോട്ടോ വെച്ച് സുരഭിയുടെ കൂടെ അവസാന ഘട്ടത്തിൽ ഐശ്വര്യ റായ് എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ശരിക്കും വിശ്വസിക്കാനായില്ല. കാരണം ഐശ്വര്യ റായ് ഗർഭിണിയൊക്കെ ആയപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചിരുന്നു, ദൈവമേ എനിക്ക് ഞാൻ ഐശ്വര്യ റായിൻ്റെ കുട്ടിയാവണേന്ന്. അതൊരിക്കലും നടക്കാത്ത കാര്യമാണ്. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു നടിയാണ്. അവരൊക്കെ എന്താണെന്നറിയില്ല, ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പം അങ്ങനെ ഡാൻസ് ആണെങ്കിലും എല്ലാവർക്കും ഇഷ്ടമാണ്, അതുപോലെ തന്നെ എനിക്കും ഇഷ്ടമാണ്. അപ്പോൾ അവരുടെ കുട്ടി ആവണമെന്ന് ഞാൻ ആഗ്രഹിച്ച പോലെ തന്നെയായിരുന്നു നാഷണൽ അവാർഡും. അത് നമുക്ക് ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ സംഭവിക്കില്ല എന്ന് ഉറപ്പിച്ചിട്ട് ഞാൻ ആഗ്രഹിക്കൂലേ, അങ്ങനത്തെ ഒരു അവാർഡാണ്.
പിന്നെ ഇവിടുന്ന് വിമൽ സാറും RS വിമൽ സാറൊക്കെ ആയിരുന്നു ഇതിൻ്റെ ആള് എന്നുള്ളത് പിന്നീടാണ് അറിഞ്ഞത്. പിന്നെ പ്രിയദർശൻ സാർ, ഇവരൊന്നും നമുക്കറിയില്ല. അപ്പോൾ ഇവരൊക്കെ അങ്ങനെ കണ്ടിട്ട് എന്നെ, ഇതിൽ 11 ആളുകളുണ്ട്, ആ 11 ആൾക്കാർ ആരാന്ന് പോലും ഞാൻ ആ പത്രസമ്മേളനത്തിൽ കണ്ടതല്ലാണ്ട് എനിക്ക് ഒരു ഇതും അറിയില്ലല്ലോ. ഇവരൊക്കെ കണ്ട് എന്നെ ഞാൻ നല്ല നടിയാണെന്ന് തിരഞ്ഞെടുത്ത് അവരോട് മലയാളത്തിൽ പറഞ്ഞാൽ മനസ്സിലാവില്ലല്ലോ അല്ലേ, എന്താണെങ്കിലും ഹിന്ദിയിൽ പറയണോ? ഹിന്ദിയിൽ വേണ്ട, പ്രിയദർശന മലയാളം അറിയാം. അതെ, പ്രിയൻ സാർ ഇത് അവരോട് പറയുന്നു ഞാൻ വിചാരിക്കുന്നു. ഒരുപാട് നന്ദി. ഇപ്പോൾ മറ്റൊന്ന് വെച്ചാൽ സുരഭി ആദ്യം തന്നെ പ്രതികരിച്ചത് ഒരു ദേശീയ ചക്ക വീണ ഷോക്കിലാണ് ഞാനിപ്പോൾ. ആ ഷോക്ക് മാറിയോ ശരിക്കും? ഇല്ലടോ, ചക്ക എപ്പോഴും തലയിൽ തന്നെ ഇങ്ങനെ നിൽക്കുകയാണ്. മൂസക്കായി ആണ് ചോദിച്ചത്, അലവത്തോ എന്താ സംഭവിച്ചത്, എൻ്റെ തലയിൽ ചക്ക വീണോ? ചക്കയല്ല, ഇത് ദേശീയ ചക്കയാണ് നമ്മളെ തലയിലേക്ക് വീണതെന്നാ ഞങ്ങളപ്പം ആ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞു. ശരിക്കും ഞാനിവിടെ എനിക്ക് എന്തെങ്കിലും ഒരു സൂചന ഉണ്ടായിരുന്നെങ്കിൽ, 7-ാം തീയതി പ്രഖ്യാപിക്കുന്നുള്ള ഇപ്പം നമുക്ക് ആർക്കും അറിഞ്ഞൂടായിരുന്നു. മീഡിയ വണ്ണെന്നെങ്കിൽ ഇന്ന് അവാർഡ് പ്രഖ്യാപിക്കുന്നു എന്തെങ്കിലും ഒരു, കാരണം നമ്മുടെ ഒരു ചാനൽ എന്നുള്ള നിലയ്ക്ക് അങ്ങനെ പോലും പറഞ്ഞിട്ടില്ല, അറിയില്ല, അല്ലെങ്കിൽ പത്രത്തിൽ ഓൺലൈനിൽ ഒന്നും ഞാൻ അറിഞ്ഞിട്ടില്ല. തലേന്ന് രാത്രി 2:10 വരെ MIT മൂസൻ്റെ ഷൂട്ടും കഴിഞ്ഞ് നേരെ വീട്ടിൽ പോയി കുളിച്ചിട്ട് ഞങ്ങൾ 5 ഇതിൻ്റെ ഫ്ലൈറ്റിന് സലാലേക്ക് പോവുകയാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ നമ്മൾ പോകാണ്ടിരിക്കൂലേ, ഇവിടെ നിന്ന് ഇതൊക്കെ ആസ്വദിക്കുക. അങ്ങനെയല്ല, നമുക്കൊരു സൂചന കിട്ടിയിരുന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമ്മൾ തയ്യാറെടുപ്പ് നടത്തില്ലേ. എൻ്റെ കയ്യിലൊരു ഡ്രസ്സ് പോലും ഉണ്ടായിരുന്നില്ല. ഞാൻ സാധാരണ ഒരു ജീൻസ് 2 ടോപ്പും കൊണ്ട് ഒരൊറ്റ ദിവസം പിറ്റേന്ന് ഇതിടുന്നു, പ്രോഗ്രാമിന് നൈറ്റ് ഇടുന്നു, ഇതേ ഡ്രസ്സ് തന്നെ ഇടുന്നു, തിരിച്ചു പോരുന്നു. ഇതാണ് എൻ്റെ ഒരു ലഗേജ്, അത്രേ ഉണ്ടാവുള്ളൂ. അപ്പം അങ്ങനെയാണ് ഞാൻ അവിടെ ചെന്ന് ഇറങ്ങിയത്. ഞാൻ പറഞ്ഞു, അയ്യോ ഞാനിക്കിടാനൊരു കുപ്പായം പോലും ഇല്ലല്ലോ അവിടെ ഇൻ്റർവ്യൂക്കാരൊക്കെ വരുമ്പം. എന്നിട്ട് പിറ്റേന്നത്തേക്ക് അവർ പോയി ഡ്രസ്സൊക്കെ മേടിച്ച് തന്നത്, അത്ര പോലും എനിക്കറിയില്ല. ഞാൻ അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞു, ഇങ്ങോട്ട് വാ, കൺഗ്രാജുലേഷൻസ് എന്നാണ്. അപ്പം ഞാൻ ഇത് മറ്റേ അവാർഡിനല്ലോ, താങ്ക് യു. അപ്പോൾ ഓർക്ക് എനിക്കൊരു കൂസലും കാണുന്നില്ല. ഇവർ നെവർ മൈൻഡ് ആക്കുന്നത്, ഇവർ നേരത്തെ അറിഞ്ഞാണെന്ന് സംഘാടകർക്ക്. പിന്നെ അവർക്ക് തോന്നി ഇനി ഇവർ അറിഞ്ഞില്ലേ. അപ്പോൾ പറഞ്ഞു ദേശീയ അവാർഡിന് വേണ്ടിയിട്ടാണ്. ദേശീയ അവാർഡ് എന്താ നിങ്ങൾ പറയുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ അവരവിടുന്ന് തന്നെ തണൽ സലാലൻ്റെ സംഘാടകർ അപ്പം തന്നെ ലൈവ് കാണിച്ച് തന്നിട്ടാണ്. അപ്പോൾ എനിക്ക് ഒരു ഷോക്ക് പോലെ ശരീരം നമുക്ക് സ്റ്റക്കായി. MIT മൂസയിൽ അഭിനയിക്കുമ്പോൾ ഞാൻ MITൻ്റെ മുകളിൽ നിന്ന് വീണപ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥ വന്നിട്ടുണ്ട്. ബോഡി നമുക്ക് ഒരു നേരത്തേക്ക് എന്തൊക്കെയോ ആയിപ്പോവും, എന്നിട്ട് നമുക്ക് കരച്ചിൽ വരിക ചെയ്യുക. അങ്ങനെ അതൊരു 10-15-20 മിനിറ്റ് നിൽക്കുന്നില്ല. ഞാൻ നിർത്താൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ എനിക്കത് പറ്റാത്ത രീതിക്ക് അങ്ങനെ ഞാൻ അറിയാതെ സംഭവിച്ചിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ ഒരു ദിവസം കഴിയേണ്ട നാട്ടിലെത്താൻ. അപ്പോൾ എനിക്ക് ഒരു പ്രതീക്ഷ ആഗ്രഹിച്ചിരുന്നു. ഞാൻ പോയി അമ്പലത്തിലൊക്കെ പോയി പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഇല്ലയെന്ന് പറഞ്ഞാൽ അത് കള്ളത്തരായി പോകും. ഞാൻ പോയി പ്രാർത്ഥിച്ചിട്ടുണ്ട്, ദൈവമേ ഇവിടെ കിട്ടണ ഒരു ജൂറി പരാമർശമെങ്കിലും എനിക്ക് എന്തെങ്കിലും ഒന്ന് കിട്ടണേന്ന്. അതിൻ്റെ ഒരു അത്യാഗ്രഹം പോലെ തന്നെ ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ പ്രാർത്ഥിക്കുമ്പോഴും മികച്ച വേണ്ട, ദൈവം തന്നെ ഇറങ്ങിപ്പോടി അമ്പലത്തിൽ നിന്ന് പറഞ്ഞാലോ എന്നുള്ള പേടിയുണ്ട് ഞാൻ അതുപോലും ഞാൻ മുഴുവനാക്കിയിട്ട് ഞാൻ പ്രാർത്ഥിച്ചില്ല. അപ്പോൾ അത്രേ ഞാൻ വിചാരിച്ചിട്ടുള്ളൂ. എനിക്കൊരു എന്തെങ്കിലും ഒരു സമ്മാനം തരണേ, അത്രേ ഉള്ളൂ. ഇത്തവണത്തെ അവാർഡിന് മറ്റൊരു തിളക്കം കൂടിയുണ്ട്. ഒന്ന്, മലയാളത്തിൽ നിന്ന് മികച്ച ചിത്രമായി തിരഞ്ഞെടുത്തത് മഹേഷിന്റെ പ്രതികാരം. സംവിധായകൻ ദിലീഷ് പോത്തൻ, സുരഭിയുടെ ക്ലാസ്മേറ്റ് ആണ്, അധികമാർക്ക് അറിയില്ലെന്ന് തോന്നുന്നു. അതെ, ദിലീഷ് ചേട്ടനും ഞങ്ങളെക്കാൾ വലിയ ചേട്ടനാണ്. ദിലീഷ് ചേട്ടനും ഞാനും MAക്ക് ഞങ്ങൾ 4 പേരാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ ദിലീഷ് ചേട്ടൻ്റെ കൂടെ അപ്പം ഞങ്ങൾക്ക് 2 പേർക്കും ഞങ്ങളുടെ യൂണിവേഴ്സിറ്റിക്ക് കിട്ടിയ വലിയൊരു, ഒരേ ബാച്ചിലുള്ള ആൾക്കാർക്ക് ഒരേ വർഷം മികച്ച ദേശീയ പുരസ്കാരം കിട്ടുന്നു എന്നുള്ളത് അത് ഭയങ്കര സന്തോഷം. പക്ഷേ ഇതിന് ദിലീഷ് മഹേഷിന്റെ പ്രതികാരത്തിൽ സുരഭിയെ വിളിച്ചില്ല. അല്ലല്ല, ടുട്ടുമോ എന്നാണ് ഞങ്ങൾ വിളിക്കല്. ടുട്ടുമോന് ഫസ്റ്റ് സന്ദീപ് സേനൻ ചേട്ടനാണ് അഡ്വാൻസ് കൊടുക്കുന്നത്. ഞങ്ങൾ MPhil പഠിക്കുമ്പോൾ. അപ്പോൾ 1 ലക്ഷം രൂപേൻ്റെ ചെക്കും ഒരു iPadഉം iPhone നോക്കടേ കിട്ടി. ഞങ്ങളെയൊക്കെ വിളിക്കോട്ടിട്ടു. ആദ്യത്തെ ഒരു 5 സിനിമയിൽ നിങ്ങൾ ആരും ഉണ്ടാവില്ല, അത് ഞാൻ നല്ല ആൾക്കാരെ കൊണ്ട് അഭിനയിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടല്ല, ടുട്ടുമോ പറഞ്ഞ്, എടി നീ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്, ഞങ്ങളുടെ യൂണിവേഴ്സിറ്റി അതിൽ കുറേ പുതുമുഖങ്ങളാണ്, അതിൽ മിക്കവരും ഞങ്ങളുടെ യൂണിവേഴ്സിറ്റിയിലുള്ള ആളുകളാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു, എടി നിനക്ക് വേഷമില്ല കേട്ടോ, നീ കുറേ സിനിമയിൽ അഭിനയിച്ചിട്ട് ആഗ്രഹമുള്ള കുറേ ആൾക്കാരുണ്ട്, വിജിലേഷ്, അങ്ങനെ കുറേ പേര്, പാവുമ്പ കുറേ പേരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഞാൻ പറഞ്ഞു, ടുട്ടുവിൻ്റെ ആദ്യത്തെ സിനിമയാണ്, അവസാനത്തെ സിനിമയല്ല, നമ്മളെ കുട്ടികളൊക്കെ വിളിച്ച് അഭിനയിപ്പിക്കുക എന്ന് പറഞ്ഞിട്ട് അതാണ്. രണ്ടാമത്തെ കാസർഗോഡ് സ്ലാങ്ങിലുള്ള ഒരു സിനിമയാണ്, ചിലപ്പം നിന്നെ ആവശ്യം വരും എന്നാണ്. ഒരു ശവത്തിൻ്റെ ആവശ്യം ഉണ്ടാവില്ല.
വലിയ നാഷണൽ അവാർഡൊക്കെ കിട്ടിയ ആളെ ഞാൻ ടുട്ടുമോൻ എന്ന് പറയുന്നത്. ദിലീഷ് ചേട്ടൻ്റെ ആദ്യത്തെ നാടകത്തിൽ മാക്ബത്തിൽ ഞാൻ അതിന് ലേഡി മാക്ബത്തായിട്ട് അഭിനയിച്ചത്. ഈ നാടകത്തെ പറ്റി പറയുമ്പോൾ സുരഭിക്ക് ശക്തമായൊരു നാടകത്തിൻ്റെ പിൻബലമുണ്ട്. ഇപ്പം നേരത്തെ തന്നെ ഈ നരിക്കിനിയിലെ ദിനേശ് തിയേറ്ററിൽ നിന്ന് സിനിമ കണ്ടിറങ്ങി ഒരുപക്ഷെ ആ സിനിമകളിലുള്ള പാട്ടുകളെല്ലാം അവിടെ ബ്രേക്ക് ഡാൻസ് ആയിട്ട് കളിച്ച് നാട്ടുകാരുടെ ഇടയിലൊക്കെ ഭയങ്കര ജനപ്രീതി വളരെ ചെറുപ്പം മുതലുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് മൈക്കിൾ ജാക്സി, അതിനുശേഷം പിന്നെ അവിടെ കൂടെയുള്ള അമ്പലപ്പറമ്പുകളിലൊക്കെ നാടകവും കളിച്ച് നടന്ന് പിന്നെ വീണ്ടും സ്കൂൾ കലോത്സവങ്ങളിലൂടെ ഒക്കെ കഴിഞ്ഞ് പിന്നെ ഭരതനാട്യം കാലടി യൂണിവേഴ്സിറ്റിയിൽ BA എടുക്കുന്നു. അതിനുശേഷമാണ് നാടകം വളരെ സീരിയസ് ആയിട്ട് സുരഭി എടുക്കാൻ തുടങ്ങിയത്. ആ നാടകം എത്രത്തോളം സഹായം ചെയ്തു സുരഭിക്ക് സിനിമയിൽ? എനിക്കത് പറഞ്ഞു തരാനറിയില്ല. എനിക്ക് എന്നെ നാടകം ഇത്തരത്തിൽ സ്വാധീനിച്ചു, ഇങ്ങനെ ഞാൻ ഈ ഒരു മെത്തേഡിലാണ് അഭിനയം, അങ്ങനെയൊന്നും എനിക്കറിയില്ല. ഞാൻ അതിങ്ങനെ കളിച്ച് എനിക്ക് നാടകം കളിക്കുകയാണ്. അപ്പോൾ ആ കളിച്ച് കിട്ടുന്ന ഏതൊരു കളിയിൽ നിന്നും നമുക്ക് കിട്ടുന്ന പോലെയുള്ള ഒരു എക്സ്പീരിയൻസ് അത്രയേ ഉള്ളൂ. അതെൻ്റെ ബോഡിയിലോ അല്ലെങ്കിൽ എൻ്റെ മനസ്സിലോ ഒക്കെ ഉണ്ട്. പക്ഷെ നാടകം കളിക്കുന്നതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടി ഈ പറഞ്ഞ പോലെ എനിക്കിങ്ങനെ തുറന്ന് സംസാരിക്കാനും എനിക്കൊരു നല്ല വ്യക്തിയാവാനാണ് എന്നെ ഏറ്റവും കൂടുതൽ നാടകം സഹായിച്ചിട്ടുള്ളത്. നമ്മുടെ സാറുമാർ പഠിപ്പിച്ചത് അടിയിലോട്ട് വളരാൻ നമ്മുടെ വേരുകളെയാണ് നിങ്ങൾ ഉറപ്പിക്കേണ്ടത്. മുകളിലോട്ട് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അതൊരു കാറ്റത്ത് എപ്പോൾ വേണമെങ്കിലും മറിഞ്ഞു വീഴാവുന്നൊരു സാധനം. കോഴിക്കോടിലെ ഒരു ഉൾപ്രദേശമാണ് നരിക്കനി, ഒരു ഗ്രാമപ്രദേശം. ആ ഗ്രാമപ്രദേശത്ത് നിന്നാണ് സുരഭി പോലുള്ള പട്ടണം വളർന്നുകൊണ്ടിരിക്കുന്നു. പക്ഷെ അവിടെ നിന്നാണ് സുരഭി വന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഒരുപക്ഷെ ഗ്രാമപ്രദേശത്ത് നിന്ന് വരുന്നു, ഒരുപക്ഷെ വലിയ രീതിയിലുള്ള സാമ്പത്തിക സ്ഥിതിയൊന്നും ഇല്ലാത്ത ഒരു കുടുംബം. അവിടെ നിന്ന് സുരഭി ഈ ലെവലിലേക്ക് എത്തിയത് സുരഭിയുടെ ഒറ്റ നിശ്ചയദാർഢ്യം കൊണ്ടാണ്. പക്ഷെ അപ്പോഴും കുടുംബത്തിന്റെ പിന്തുണ പ്രത്യേകം പറയണം. അച്ഛനാണ് സുരഭിയെ ആദ്യമായിട്ട് സുരഭിയിലെ കലാകാരിയെ കണ്ടെത്തിയിട്ട് എന്നെ ആദ്യമായിട്ട് സ്റ്റേജിൽ കയറ്റി നിർത്തുന്നത്. അത് ഞാൻ വളർന്നതാണ് നരിക്കുനി. എൻ്റെ ജന്മനാട് ശരിക്കും എളൈറ്റിൽ വട്ടോളിയാണ്. അപ്പം അവിടെ ചെറ്റക്കടവ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലം. ഈ സ്ഥലപ്പേരൊക്കെ കാണുമ്പോൾ കേരളത്തിലുള്ള ആൾക്കാരൊക്കെ ചിരിക്കണം. ചെറ്റക്കടവ് നല്ല പറ്റിയ പേരാ. അപ്പോൾ അവിടെയുള്ള വയലിൽ പിന്നെ ഓരോ കൊല്ലവും പിന്നെ കൊയ്ത്ത് കഴിയുന്ന സമയത്ത് നമ്മുടെ നാടോടിക്കാറ്റ് സിനിമയില്ലേ കസ്തൂരി, അതുപോലെ തന്നെ സൈക്കിൾ യജ്ഞ സർക്കസുകാർ വരും. അപ്പോൾ അവർ പിന്നെ 4 മണിയാകുമ്പോൾ കണ്ണാവരം തരുമ്പോൾ എന്നുള്ളൊരു പാട്ടൊക്കെ വെച്ചിട്ടാണ് തുടങ്ങുക. ആണുങ്ങൾ പെണ്ണുങ്ങളുടെ വേഷം കെട്ടിയിട്ട് ഡാൻസ് കളിക്കുക, റിക്ക ഡാൻസ് എന്ന് പറയുക. അപ്പോൾ അതിന് 10 ഉറുപ്പ്യ കൊടുത്താൽ ഒരു പാട്ട് അവർ കളിക്കും. അപ്പോൾ അതിൽ ചിന്ന ആസെ ഒരു ചേച്ചി ഇങ്ങനെ വെള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ട്, ചേച്ചിയല്ല ചേട്ടൻ, ചേച്ചിയായിട്ട് അഭിനയിക്കുന്നതൊക്കെ കണ്ടതിക്ക് പട്ടാണി കുന്നിറങ്ങി എൻ്റെ രാജ്യക്കൊട്ടാരത്തിന് മതിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് കാവേരി പുഴയിലേക്ക്. ഇപ്പോഴും സ്റ്റെപ്പൊക്കെ അറിയാതെ ഞാനിങ്ങനെയൊക്കെ കാണിക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ അതിൽ കുഞ്ഞല്ലേ പിഞ്ചു കുഞ്ഞല്ലേ എന്ന് പറഞ്ഞിട്ടൊരു പാട്ടുണ്ട്. ഈ പാട്ടിൽ എല്ലാ കൊല്ലവും എൻ്റെ പപ്പ എൻ്റെ ചേച്ചീനെ ആണ് നിർത്താറ്. എനിക്ക് 3 4 വയസ്സേ ഉള്ളൂ. അപ്പോൾ ആ സമയത്ത് പപ്പ എന്നെ എടുത്തിട്ട് സ്റ്റേജിൽ വെച്ചിട്ട് പറഞ്ഞ് ഇങ്ങനെയൊക്കെ കളിച്ചാൽ മതി, എന്നിട്ട് ഇങ്ങനെയൊക്കെ പാവപ്പെട്ട കുട്ടിയായിട്ട് ഇങ്ങനെ കളിക്കണം എന്നൊക്കെ പറഞ്ഞ് കയറ്റി വെച്ചു. അതാണ് എൻ്റെ ഫസ്റ്റ് ടീച്ചർ. അപ്പം അവിടെ സ്റ്റേജിൻ്റെ മുകളിലേക്ക് നമ്മളങ്ങനെ എടുത്തു വെക്കില്ല, ഒരു ചെറുതല്ലേ. അപ്പം ഞാനിങ്ങനെ ഓല കൂടെ കൈയൊക്കെ പിടിച്ച് ഇങ്ങനെ കളിക്കുന്നുണ്ട്. അയ്യോ നമ്മൾ ആണ്ടിയേട്ടൻ്റെ മോളല്ലേ അത് എന്ന് പറഞ്ഞിട്ട് എനിക്ക് പലരും അതിലേക്ക് പൈസ കൊടുക്കും, അവർക്കുള്ള പൈസയാണ്. അപ്പം എനിക്കൊരു പാക്കറ്റ് കടലയും പിന്നെ ഒരു കഷ്ണം വത്തക്ക കഷ്ണവും ഓംലേറ്റും ഒക്കെ ഉണ്ടാവും. ഇങ്ങനെ ചെറിയ കടക്കാർ വൈകുന്നേരം അതൊരു നമ്മളെ സർക്കസ്. അപ്പം അതിലാണ് എൻ്റെ തുടക്കം. എൻ്റെ അച്ഛനാണ് എൻ്റെ ഫസ്റ്റ് ഗുരു എന്ന് വേണമെങ്കിൽ. നരിക്കുനിയിലെ ബ്രേക്ക് ഡാൻസിന്റെ ബ്രാൻഡ് അംബാസിഡറാണ് സുരഭി. നരിക്കുനിയിലെ മൈക്കിൾ ജാക്സനെ ഞാൻ. നരിക്കുനി UP സ്കൂൾ മുതലാണ് സുരഭി കലോത്സവങ്ങളെ ഭയങ്കര സീരിയസ് ആയിട്ട് കണ്ടു തുടങ്ങിയത്. ഒരു പക്ഷേ സബ് ജില്ലാ തലത്തിലേക്കൊക്കെ പോയത് അവിടെ നിന്നാണ്, നരിക്കുനി സ്കൂളിലാണ്. അപ്പം നമ്മളിങ്ങനെ കളിച്ച് നരിക്കുനി സ്കൂളിൽ സബ് ജില്ലയിൽ പോയി അങ്ങനെ അത് ആ വഴിക്ക് പോയി. അവിടെ നിന്നാണ് നമ്മളെ മേക്കപ്പ് മാൻ മുകുന്ദേട്ടൻ, നരിക്കുനത്തെ നാടക പ്രവർത്തകൻ മുകുന്ദേട്ടൻ കണ്ടിട്ടാണ് എന്നെ ആദ്യമായിട്ട് നാടകത്തിലേക്ക് വിളിക്കുന്നത്. കംസവധം എന്ന് പറഞ്ഞിട്ടുള്ള പാലത്തുള്ള ഒരു കുരുക്ഷേത്ര കലാവേദിക്ക് വേണ്ടിയിട്ട് ശിവരാത്രിൻ്റെ അന്ന് കംസവധത്തിൽ കൃഷ്ണനായിട്ട് തുടങ്ങി 4ാം ക്ലാസ്സിൽ നിന്ന്. പിന്നെ +2 എന്നാണ് ഞാൻ ആദ്യമായിട്ട് സിനിമയിലേക്ക് എത്തുന്നത്. അതിപ്പോഴും ഓർക്കുന്നുണ്ട്, പക്കമേളക്കാരില്ലാതെ കരയുന്ന സുരഭി എന്ന് പറഞ്ഞ് പത്രത്തിലൊരു വാർത്ത വന്നത്. അതിനുശേഷമാണ് അല്ലേ ജയരാജ് സാർ സിനിമയിലേക്ക് എടുക്കുന്നത്. സിനിമയിലേക്ക് ബൈ ദ പീപ്പിൾ എന്ന് പറഞ്ഞ സിനിമയിലേക്ക് ആദ്യമായിട്ട് നരിക്കുനിന്ന് ഞാൻ സിനിമയിൽ അഭിനയിക്കാൻ എറണാകുളം എന്ന് പറഞ്ഞ മഹാനഗരത്തിലേക്ക് എൻ്റെ ആദ്യത്തെ യാത്ര. അപ്പം അത് നമുക്ക് ആലുവയൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണാം കേട്ടോ. അപ്പോൾ ആലുവയൊക്കെ ഇങ്ങനെ കണ്ടപ്പോൾ ഇങ്ങനെ കാണുന്നല്ലോ, ആലുവയിൽ വെച്ചിട്ടായിരുന്നു ഫസ്റ്റ് ഷൂട്ട് ഉണ്ടായിരുന്നു. രജനി എസ് ആനന്ദ് മരിച്ചുപോയാൽ രജനി എസ് ആനന്ദിൻ്റെ ഇതിലാണ് ഞാൻ അഭിനയിക്കുന്നത്, നളിനി എസ് ആനന്ദ് എന്ന് പറഞ്ഞിട്ട്. അപ്പം ബാങ്ക് ലോൺ കിട്ടാത്ത കുട്ടിയായിട്ട് അതിലാണ് എൻ്റെ തുടക്കം.
ഇപ്പോൾ സുരഭി നേരത്തെ പറഞ്ഞു പക്കമേളക്കാരല്ലാതെ കരഞ്ഞൊരു സുരഭിയെ എല്ലാവരും വായിച്ചറിഞ്ഞിട്ടുണ്ടെന്ന്. ഇപ്പോൾ സുരഭിക്ക് ആ സമയത്തൊക്കെ എപ്പോഴെങ്കിലും ഒരു നിരാശ തോന്നിയിട്ടുണ്ടോ? ഈ സാമ്പത്തികമായി ശേഷിയില്ലെങ്കിൽ ഇത്തരത്തിലുള്ള കലോത്സവത്തിൽ എത്താൻ കഴിയില്ല. ആ എന്തോരം പൈസയാന്ന് നീ വിചാരിച്ച എത്ര പൈസ വേണം ഇതിനൊന്ന് നമ്മളെ കല്യാണം കഴിച്ച് വിടാനുള്ള പൈസ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഓരോ യൂത്ത് ഫെസ്റ്റിവലിൽ പങ്കെടുപ്പിക്കുന്ന അച്ഛനെ അമ്മമാരെയും വിചാരിക്കുന്നു അവരൊക്കെ ഒരു 10 വട്ടം കെട്ടിച്ച് വിടാനുള്ള പൈസ ശരിക്കും പറഞ്ഞാൽ ഇതിനു വേണ്ടി ചിലവാക്കേണ്ടി വരും. അപ്പോൾ ഈ അന്ന് പപ്പ മരിച്ച സമയമാണ് ഒരേൽ ആരോടെങ്കിലും പറഞ്ഞാൽ നല്ല പുളിച്ച ചീത്ത വെക്കും പിന്നെ ഇതിന് പൈസ വേണം എന്നൊക്കെ പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ അങ്ങനെ ബുദ്ധിമുട്ടി നിൽക്കുക. അപ്പോൾ ഞാനും എൻ്റെ സുമിച്ചേച്ചിയാണ് എനിക്ക് എപ്പോഴും എൻ്റെ കൂടെ ഇങ്ങനെ പിന്നെ ചെല്ലെന്നും പറഞ്ഞിട്ട് എന്നെ ഇഞ്ചക്ട് ചെയ്ത് വിടുന്ന ഒരാൾ. അപ്പോൾ ഞാനും സുമിച്ചേച്ചിയും കൂടി പറഞ്ഞ് നമ്മളാരും അറിയണ്ട നമുക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരും വീട്ടിൽ പോലും അറിയാണ്ടാണ് ഇതിന് പോകുന്നത്. അപ്പോൾ സ്റ്റേറ്റിൽ ഫസ്റ്റ് ഓട്ടംതുള്ളൽ മത്സരമാണ്. അപ്പോൾ അതിന് എൻ്റെ മാഷ് പാവം എൻ്റെ രാമൻകുട്ടി മാഷ് പറഞ്ഞു ഞാൻ പാടിത്തരാം കുട്ടി, മറ്റവർക്കൊക്കെ വേറെ തിരക്കുകളുണ്ട്, നീ കളിച്ചു ഏതായാലും ഇവിടെ വരെ നമ്മൾ എത്തിയല്ലോ. അപ്പോൾ ഞാൻ വടകര റീജിയണൽ കലാതിലകമായിരുന്നു. അപ്പോൾ എന്തെങ്കിലും കിട്ടട്ടെ എന്ന് വിചാരിച്ച് മാഷ് എൻ്റെ കൂടെ വന്നു പാടി. അപ്പം 3ാം സ്ഥാനം ആയിട്ട് എനിക്ക്. അപ്പോൾ പത്രത്തിൽ മരിച്ചിട്ട് എല്ലാ പത്രത്തിലും വരുന്നതിനേക്കാളും മുമ്പ് പത്രത്തിലൊരു ഫോട്ടോ വരണം. അത് സ്റ്റേറ്റിലെ കുറേ ഫോട്ടോകൾ കാണുമല്ലോ. അപ്പോൾ അങ്ങനെ വരണം എന്നുള്ളൊരാഗ്രഹത്തിന് ഞങ്ങൾ പോയിട്ട് മീഡിയനോട് പറഞ്ഞു അതേ ഈ പക്കമേളത്തിന് പൈസ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ചെയ്തില്ല, അതുകൊണ്ട് 1ാം സ്ഥാനം നഷ്ടപ്പെട്ടു. എന്ന് പറഞ്ഞു. അവർക്ക് ആദ്യമായിട്ട് അങ്ങനെ ഒരു വാർത്ത കിട്ടിയല്ലേ. അപ്പോഴത്തേക്ക് പിന്നെ അവരങ്ങോട്ട് പൊലിപ്പിച്ചിട്ട് ദാരിദ്ര്യത്തിൻ്റെ പടുക്കുഴിയിൽ നിന്നും പറഞ്ഞിട്ട് എന്നെ നാട്ടിച്ച്. ഗുണമായില്ല ആ വാർത്ത. അതെ ഞാൻ പറഞ്ഞത്, അത് എനിക്ക് ഭയങ്കരമായിട്ട് ഗുണം ചെയ്തു. അല്ലെങ്കിൽ ഞാനിപ്പോൾ ഇന്ന് ഇങ്ങനത്തെ ഒരു നടി ഉണ്ടാവില്ല. അന്ന് എനിക്ക് നാണക്കേടൊക്കെ തോന്നി. ഇന്നിപ്പോൾ അത് ആലോചിക്കുമ്പോൾ എനിക്കില്ല. അത് കണ്ടിട്ടാണ് ജയരാജ് സാർ ഭാര്യനെ വിട്ടത്. ഇങ്ങനെ ഒരു കുട്ടിയുണ്ട് അവളെ പോയിട്ട് മോണാക്റ്റൊക്കെ കാണണം എന്ന് പറഞ്ഞിട്ട് വിട്ടത്. ആ ഒരു ഗോഡ് ഫാദറും ഇല്ലാതെയാണ് സുരഭി സിനിമയിലേക്ക് എത്തിച്ചേർന്നത്. ഇപ്പോൾ തന്നെ ഈ വളരെ സ്വന്തം നിശ്ചയദാർഢ്യത്തിലൂടെ പടിപടിയായി ഉയർന്ന് വന്നിട്ടാണ്. എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു എൻ്റെ ഒരാഗ്രഹം എന്ന് പറയുന്നത് എന്നും മലയാള സിനിമയിൽ അല്ലെങ്കിൽ നാടകത്തിലായാലും സിനിമയിലാണെങ്കിലും ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് ആവുക എന്നുള്ളതാണ് ഇപ്പോഴും എൻ്റെ ഒരു സ്വപ്നം. ഒരു നായിക ഇപ്പോൾ അവാർഡ് കിട്ടിയോണ്ട് ഇനി നായിക എന്നുള്ളത് എൻ്റെ അടുത്ത ഒരു ഇതാണ്. അതിനു മുമ്പ് ക്യാരക്ടർ റോൾസ് ഒക്കെ ചെയ്ത് KPSC ലളിതാമ്മ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പുള്ളിക്കാരി ഇന്ന് വിളിച്ചിരുന്നു. അതുപോലെ സുകുമാരി അമ്മ, ഇവരെയൊക്കെ മാതിരി എന്തും എങ്ങനെ നമ്മളെ കുഴയ്ക്കാൻ പറ്റണം ആ ഒരു പരുവത്തിലേക്ക് നമ്മൾ ആവണം. അങ്ങനെ ഒന്ന് ആയി കിട്ടാനുള്ള ഒരു ശ്രമത്തിലാണ് ഞാൻ. ഇപ്പോൾ സുരഭി 19-ലധികം സിനിമകൾ അഭിനയിച്ചു. പക്ഷെ സുരഭി എന്നെ മുമ്പ് പറഞ്ഞിട്ടുണ്ട് എല്ലാം BPL കഥാപാത്രങ്ങളാണ് സുരഭിക്ക് കൂടുതലായി കിട്ടിയത്. സങ്കടം തോന്നിയിട്ടുണ്ടോ ശരിക്കും സുരഭിക്ക് ഇത്രയും വർഷം ഈ ഫീൽഡിൽ നിന്നു? ഞാൻ എപ്പോഴും ഈ പറഞ്ഞ പോലെ ഇപ്പം ഇങ്ങനെ ആളുകൾ ചോദിക്കുമ്പം അല്ലെങ്കിൽ പിന്നെ ചോദിക്കുന്നത് കൊണ്ട് ഞാനിങ്ങനെ പറയുന്നതാണ്. അല്ലെങ്കിൽ നമുക്കൊരു വേഷം കിട്ടുക എന്നുള്ളതാണ് പ്രധാനം. അത് ആ സിനിമയ്ക്ക് ആവശ്യമുള്ളൊരു വേഷം കിട്ടുക. ഇപ്പോഴും എനിക്ക് അത്ര തന്നെ ആഗ്രഹമുള്ളൂ. അതായത് അവാർഡ് കിട്ടിയത് കൊണ്ട് ഇനി ഒരു നായിക കഥാപാത്രം അല്ലെങ്കിൽ ഒരു മുഖ്യ കഥാപാത്രത്തെ മാത്രമേ അവതരിപ്പിക്കുക അങ്ങനത്തെ ചിന്തയൊന്നും? അങ്ങനത്തെ യാതൊരു വിധ ചിന്തയും എനിക്കില്ല. 2 സീനിലാണെങ്കിലും സുരഭി ഇനിയും അഭിനയിക്കും. ഒരൊറ്റ സീനിലാണെങ്കിലും ഞാൻ അഭിനയിക്കും. വന്ന് ഡയലോഗ് ഇല്ലെങ്കിലും ഒരു നോട്ടം മാത്രമാണെങ്കിലും അത് ആ സിനിമയ്ക്ക് ആവശ്യമുള്ളതായിരിക്കണം. വെറുതെ വന്ന് നിൽക്കലല്ലാണ്ട് ആ കഥയ്ക്ക് ആവശ്യമുള്ള രീതിക്ക് ഡയലോഗ് പോലും ഇല്ലെങ്കിലും ഒരു സീനിലാണെങ്കിലും അത് അതിന് ആവശ്യമാണ്. ആ സീൻ അത് ഒരാൾ ചെയ്യണം. അങ്ങനെയുള്ള തരത്തിലുള്ള സീനുകൾ അല്ലെങ്കിൽ ഞാൻ ചെയ്യും. അതുകൊണ്ട് ഈ അവാർഡ് അതിനൊരു തടസ്സമാവരുത് എന്നുള്ള പ്രാർത്ഥനയാണ്. ഇപ്പം എനിക്കൊരു പേടിയുണ്ട് ഇനിയിപ്പോൾ അങ്ങനെ എന്ത് ചെയ്യും. കാരണം മലയാളത്തിലുള്ള ഒട്ടുമിക്ക വലിയ വലിയ സംവിധായകന്മാരുടെ സിനിമയിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. പുതിയ ആൾക്കാരുടെ സിനിമയിലൊക്കെ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ അവർ ചെറുതെങ്കിലും എനിക്കൊരു വേഷം തരാൻ അന്ന് തയ്യാറായിരുന്നു. അതിലെനിക്ക് വലിയ സന്തോഷമുണ്ട്. അതിനെ ഇനിയും എനിക്ക് തരണേ എന്നുള്ള പ്രാർത്ഥനയുള്ളൂ. നാടകങ്ങളിൽ കൂടുതലും സുരഭി അഭിനയിച്ചത് ഭയങ്കര ശക്തമായ സ്ത്രീ കഥാപാത്രങ്ങളെയാണ് കൂടുതൽ അവതരിപ്പിച്ചത്. സിനിമയിൽ അത്തരത്തിൽ ശക്തമായ സ്ത്രീ കഥാപാത്രങ്ങളെ ഉൾക്കൊള്ളുന്ന സിനിമകൾ മലയാള സിനിമയിൽ ഇപ്പോൾ കൂടുതലായി വരുന്നുണ്ടോ? ഇപ്പോൾ ഒരു ചെറിയ മാറ്റം ഉണ്ടായിട്ടില്ലേ? ഉണ്ടായിട്ടുണ്ട്, ചെറിയ രീതിയിൽ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ എന്തിൻ്റെ മൊയ്തീനാണെങ്കിലും ടേക്ക് ഓഫ്. അപ്പോൾ കുറേ അത്തരത്തിലുള്ള സ്ത്രീകളുടെ കഥാപാത്രങ്ങൾ, അതായത് പണ്ടുള്ളതിനേക്കാൾ കുറേ അമ്മായും ചെറിയമ്മയും അവരൊക്കെ മാറിയിട്ടുണ്ടെങ്കിലും അല്ലാത്ത കുറേ സ്ത്രീകൾ കഥാപാത്രങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അതിനും ഇങ്ങനെ മാറ്റം, പലതരത്തിലുള്ള മാറ്റങ്ങൾക്ക് ഇങ്ങനെ വിധേയമായിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ഇതിലും. സിനിമയും അത്തരത്തിൽ മാറും. സ്ത്രീകൾക്ക് നല്ല ഇപ്പോൾ എത്രയോ നടിമാരുണ്ട്. അവരൊക്കെ ഇപ്പോൾ ഈ പറഞ്ഞ വെറും നായികമാരായിട്ടുള്ളതല്ലാത്ത സിനിമകൾ പണ്ടും ഉണ്ടായിട്ടുണ്ട്, ഇപ്പോഴും ഉണ്ട്. നമ്മളത് വലിയൊരു ചർച്ച എന്നുള്ളതല്ല, ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ഉണ്ടാവുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ടേക്ക് ഓഫ് ഒക്കെ കണ്ടാൽ തന്നെ അറിയില്ലേ, അത് അത്തരത്തിലുള്ള നായിക കഥാപാത്രങ്ങൾ പ്രാധാന്യം ഉള്ളത് വരുന്നുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം.
എന്തായാലും സുരഭി ആഗ്രഹിച്ച പോലെ തന്നെ സിനിമയിലും അതുപോലെ തന്നെ നാടകത്തിലും ഒരുപാട് അവസരങ്ങൾ ലഭിക്കട്ടെ. വീണ്ടും ദേശീയ അവാർഡ് സുരഭിയെ തേടിയെത്തട്ടെ. എല്ലാവിധ ആശംസകളും നേരുകയാണ് സുരഭി. വളരെയധികം നന്ദി മീഡിയ വണ്ണോടൊപ്പം ഇത്രയും സമയം ചെലവഴിച്ചതിന്. ഞാനും പറയണ്ടേ, മീഡിയ വൺ എന്ന ഈ ഒരു ചാനലിൽ ഉള്ളത് കൊണ്ടാണ് സുരഭി എന്നുള്ള ഒരു നടി ഈ നാട്ടിലുണ്ടെന്ന് ലോകം മുഴുവനും അറിഞ്ഞത്. സിനിമകൾ കാണുന്ന കുറച്ച് പേർക്ക് മാത്രമേ അല്ലാണ്ട് തന്നെ അറിയണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും പാത്തുവായി മാറിയതിന് ശേഷമാണ് എനിക്കിങ്ങനെ ഒരു സിനിമ ചെയ്യാനുള്ള ഒരു അവസരവും അതുപോലെ തന്നെ ഇങ്ങനെ ഒരു അവാർഡും ഒക്കെ കിട്ടിയത്. എന്നും നിങ്ങളെ പാത്തു തന്നെയാണ്. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ സുരഭിയാണെന്നേ ഉള്ളൂ. എന്നും മീഡിയ വണ്ണിൻ്റെ ആളുകൾ എനിക്ക് തന്നിട്ടുള്ള സ്നേഹവും പ്രോത്സാഹനവും ഒന്നും എനിക്ക് മറക്കാൻ പറ്റില്ല. അതിന് ഒരുപാട് നന്ദി. എന്നും എൻ്റെ കൂടെ ഉണ്ടാവും.